കുറച്ചധികം ദിവസമായില്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്കുകളിലൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കുറച്ചധികം കേക്കുകൾ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ കേക്കും ബാപ്റ്റിസം കേക്കും അതുപോലെ തന്നെ വെഡ്ഡിങ് കേക്കുകളെല്ലാം ഉണ്ടായിട്ടോ. വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ക്രീമൊക്കെ കുറച്ച് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റീസ്റ്റോക്ക് ചെയ്തു. പിന്നെ നമ്മൾ കേക്ക് സ്പഞ്ചൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളുടെ റോസ്മാൻ്റെ സ്റ്റാൻഡ് മിക്സറിൽ നമ്മൾക്കൊരു 1.5 ലിറ്റർ വിപ്പിംഗ് ക്രീം നല്ല കറക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 2 ലിറ്റർ ആകുമ്പോൾ കുറച്ച് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 ലിറ്ററാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾക്ക് ഡമ്മി വെച്ചിട്ട് കേക്ക് ചെയ്യാനുണ്ടായിരുന്നു. കൂടുതൽ വെഡ്ഡിങ് കേക്ക്സിനാണ് നമ്മൾ ഡമ്മി ചെയ്യാറുള്ളത്. സാധാരണ നമ്മൾ കേക്ക് ചെയ്യുന്ന ഏരിയ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മളുടെ ആ ഒരു വാൾപേപ്പറൊക്കെ കുറച്ചൊന്ന് എയർ കയറി ഇങ്ങനെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് മാറ്റിയിട്ട് വേറെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന വരെ ജസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഇതൊരു 1/2 kg ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അതുപോലെ നമുക്കൊരു 1 kg ചോക്ലേറ്റ് കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിനും നമ്മൾ ഏകദേശം ഒരേ ഡിസൈനും മോഡലും തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായത്. പിന്നെ നമുക്ക് കസ്റ്റമൈസേഷനുള്ള കേക്കുകൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, അതിൽ നമുക്ക് കുറച്ച് ടോപ്പേഴ്സൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് വേണം അത് കട്ട് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ കസ്റ്റമൈസേഷൻ ഇല്ലാത്ത കേക്കുകളൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളുടെ ഈ ഒരു ചൂടാണ് കേട്ടോ. ക്രീമൊന്നും നമുക്ക് ഒരുപാട് നേരം ഒന്നും പുറത്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഒത്തിരി ക്രീം സ്റ്റിഫാക്കിയിട്ട് ചെയ്യുന്നതും എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അങ്ങനെ സ്റ്റിഫാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് ഫിനിഷിംഗ് ലുക്കിൽ ചെയ്യാനായിട്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ കേക്കുകളൊക്കെ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി പാക്ക് ചെയ്യാനുള്ള ബോക്സസ് ഒക്കെ എടുത്ത് വെച്ചിട്ടോ. പിന്നെ ഇതിനിടയിൽ വരുന്ന ഓർഡേഴ്സും ഒന്ന് നോട്ട് ചെയ്ത് നമ്മൾ ബോർഡിൽ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വാൾപേപ്പർ നമുക്ക് വ്യാഴാഴ്ചത്തേക്കാണ് ഡെലിവറി പറഞ്ഞേക്കുന്നത്. സെയിം സാധനം തന്നെയാണ് നമ്മൾ പിന്നെയും ബുക്ക് ചെയ്തത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ എന്തായാലും ആ ഒരു മെറ്റീരിയൽ ഇട്ട് തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ വേറൊരു മെറ്റീരിയൽ വാങ്ങിക്കണ്ട. പിന്നെ കുറച്ച് ഡാർക്ക് ആകുമ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. വൈറ്റ് ആകുമ്പോൾ എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂല്ലോ എന്ന് കരുതിയിട്ട് ആ സെയിം സാധനം തന്നെ ബുക്ക് ചെയ്ത് കേട്ടോ. പിന്നെ തിരക്കുകൾ കൂടുമ്പോൾ ചേട്ടനെയും കൂടി വിളിച്ചിട്ട് എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിക്കുക എന്നുള്ളത് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാനും അതുപോലെ തന്നെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചേട്ടനെയും പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്പഞ്ചാണ്. അപ്പോൾ ഈ സ്പഞ്ച് റെഡിയാക്കിയതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് കേക്ക് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് കസ്റ്റമേഴ്സ് വിളിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ച സ്പഞ്ചിൽ നിന്ന് തന്നെ എടുത്തിട്ട് കേക്ക് ചെയ്യേണ്ടി വന്നിട്ടോ. പിന്നെ നമ്മളുടെ വെഡ്ഡിങ് കേക്കിനും അതുപോലെ ബാപ്റ്റിസം കേക്കിനൊക്കെ ഇതുപോലെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ലീഫുകളൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് കുറച്ച് ബൾക്കായിട്ട് എടുത്തു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കളർ മാച്ച് ആയിട്ടുള്ള രീതിയിലൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. ഇത് നമ്മൾക്ക് കസ്റ്റമൈസ്ഡ് അല്ലാത്ത ഒരു ബാപ്റ്റിസം കേക്കായിരുന്നു. കാരണം പെട്ടെന്ന് നമുക്കൊരു ലാസ്റ്റ് ടൈമിൽ വിളിച്ചിട്ട് ഇതൊരു കേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേറെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടോപ്പേഴ്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്രോസും പിന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത് കേട്ടോ. ഇത് കൂടാതെ വേറൊരു ബാപ്റ്റിസം കേക്കും കൂടി ഉണ്ടായിരുന്നു. അതിൽ നമ്മൾക്ക് ഒരു 1 വീക്ക് മുന്നേ തന്ന ഓർഡർ ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടോപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു 3-4 കേക്ക് ഒരുമിച്ച് തന്നെയായിരുന്നു. നമുക്ക് ഉച്ചക്കലത്തെ ഫംഗ്ഷൻസ് ആയത് കാരണം കുറച്ച് ഓട്ടം കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കേക്ക് വെച്ച് സെറ്റ് ചെയ്ത് വേഗം വരും, പിന്നെ അടുത്ത കേക്ക് കൊണ്ടുപോകും. അങ്ങനെ തന്നെയായിരുന്നു എല്ലാ കേക്കുകളും ചെയ്തത്. നമ്മൾ ശരിക്കും ഈ ഒരു വണ്ടി എടുത്തതിൻ്റെ മെയിൻ കാരണം തന്നെ നമ്മൾക്ക് കേക്ക് ഇതുപോലെ ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ള വണ്ടിയാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഇത് ആക്റ്റീവയാണ്. ആക്റ്റീവയുടെ ഫ്രണ്ടിൽ നമുക്ക് 10 ഇഞ്ചിൻ്റെ ബോക്സ് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. 12 ഇഞ്ച് കയറില്ല, കുറച്ച് സൈസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ബാപ്റ്റിസം കേക്കും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്കലത്തെ നമ്മളുടെ ഫംഗ്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ബാലൻസ് കേക്കുകളെല്ലാം നമുക്ക് ഈവനിങ്ങിലേക്ക് കൊടുക്കാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ ഓരോന്നും പാക്ക് ചെയ്തു. എല്ലാം ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചൂടിൻ്റെ ഒരു പ്രശ്നം കാരണം കുറച്ചധികം നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആകുമ്പോഴാണ് കേക്ക് നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പറയുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു വെഡ്ഡിങ് കേക്കായിരുന്നു ഇത്. നോർമലി നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതുപോലെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ക്രീം വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഒരു വിൻറ്റേജ് ലുക്കിലാണ് കേട്ടോ ചെയ്തത്. ഇത് നമ്മൾക്ക് ഇവൻറ്റ് വർക്ക് തന്ന കേക്കായിരുന്നു. അപ്പോൾ ഇവൻറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് കസ്റ്റമൈസേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഡെലിവറി ചെയ്തു. പിന്നെ ഉണ്ടായിരുന്ന കേക്കുകളെല്ലാം നമുക്കൊരു കസ്റ്റമൈസ്ഡ് കേക്കുകളായിരുന്നു. കാർത്തു തീമിലും അതുപോലെ കാറിൻ്റെ തീമിലൊക്കെ ചെയ്യാനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിൻറ്റുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. കാരണം വിഷുവിൻ്റെ ആ ഒരു തിരക്കൊക്കെ ആയത് കാരണം ചിലപ്പോൾ ഷോപ്പൊക്കെ അവധിയായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ തലേ ദിവസം തന്നെ പോയി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു കാർത്തു തീമിലുള്ള കേക്ക് ഒരു 1 kg ബട്ടർ സ്കോച്ച് കാരമൽ കേക്കായിരുന്നു. അപ്പോൾ താഴെ കുറച്ചൊരു ഡാർക്ക് വയലറ്റാണ് ഡിസൈനിൽ തന്നിട്ടുണ്ടായെങ്കിലും ഞാൻ ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ അതുപോലെ ആ കേക്കിന് താഴെ ഒരു നോസിൽ ഡിസൈനും കൂടി ഉണ്ടായിട്ട് നമ്മുടെ ലീഫ് നോസിലിൻ്റെ ഒരു ചെറിയ ഡിസൈനായിരുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ ലീഫ് നോസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ശരിക്കും ഈ ലീഫിൻ്റെ ഡിസൈൻ നമുക്ക് ലീഫ് നോസിൽ ഇല്ലാതെ തന്നെ നോർമൽ നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിക്കറുകളെല്ലാം കട്ട് ചെയ്തത് നമ്മൾ കേക്കിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ കേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾക്ക് കാർ തീമിലുള്ള കേക്കായിരുന്നു. കാർ തീമിലുള്ള കേക്കിനും നമ്മൾക്ക് സ്റ്റിക്കർ വേറെ സെപ്പറേറ്റ് ആണ് എടുത്തത്. കാരണം നമ്മൾക്ക് ആദ്യത്തെ കാർ തീമിലുള്ള കേക്ക് കസ്റ്റമർ പറഞ്ഞു ഈവനിങ് ആയപ്പോഴാണ് ഈ ഒരു കേക്കിന് കസ്റ്റമർ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല, രണ്ടും സെപ്പറേറ്റ് തന്നെയാണ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് ഓറിയോ കേക്കായിരുന്നു. ചീസായിരുന്നില്ല, നോർമൽ ക്രീമി തന്നെ ചെയ്യാനായിരുന്നു. പക്ഷേ ഇതെനിക്ക് കുറച്ച് ടെൻഷനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അവർ ഉച്ചയ്ക്കാണ് പോകുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ കസ്റ്റമർ തന്നെ വന്ന് പിക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. പക്ഷേ ദൂരം കൂടുതലായതുകൊണ്ടും വെയിലും ചൂടൊക്കെ കൂടുതലായതുകൊണ്ടും നല്ല ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ ഈവനിങ്ങിലൊക്കെ ആയപ്പോഴേക്കും കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേക്ക് നല്ല അടിപൊളിയായിരുന്നു, സേഫായിട്ട് എത്തി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം. പിന്നെ നമ്മൾ തന്നെ ഡെലിവറി ചെയ്യുന്ന കേക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. കസ്റ്റമർ നേരിട്ട് വന്നിട്ട് പിക്ക് ചെയ്യുന്ന ഇതേപോലെയുള്ള കുറച്ച് ഹെവി വർക്കുകൾ വരുന്ന കേക്കുകളാകുമ്പോഴാണ് കുറച്ച് ടെൻഷൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിവിടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് കേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.